ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ഫിഷ് പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മീൻ പിക്കിൾ. അപ്പം ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് 1 കിലോ നെടുവ മീനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1 കിലോ നെടുവ മീനിൽ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു അര ഗ്ലാസ് വിനിഗർ ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ കൊണ്ട് വെച്ചിരിക്കുകയാണിത് കേട്ടോ. ഇനി അടുത്ത് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആ 1 കിലോ മീനിന് ഒരു 250 ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 50 ഗ്രാം പച്ചമുളക്, അതും വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പിന്നെ ഉലുവാപ്പൊടി, ചില്ലി പൗഡർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിനിഗർ ഇതിൽ നിന്ന് എടുക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. നമുക്ക് മീൻ വറുത്തെടുക്കാൻ വേണ്ടുന്ന രീതിയിൽ എണ്ണ ഒഴിക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കണം. തീ വളരെ കുറവും അല്ല, ഒരുപാട് കൂടുതലല്ല, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുക്കാം. കാരണം അത് നന്നായിട്ട് വേകണം, പക്ഷെ മൂത്ത് പോകരുത്, വേകാതെയും ഇരിക്കരുത്. വേകാതെ ഇരുന്നാൽ അതൊരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഫംഗസ് കയറും. ഒരുപാട് മൂത്ത് പോയാൽ കട്ടിയായി പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒരു അകം ഫുള്ള വെന്ത് കിട്ടുന്നത് പോലെ ഒരു പരുവത്തിന് നമ്മൾ വറുത്തെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കണം. തീ വളരെ കുറവും അല്ല, ഒരുപാട് കൂടുതലും അല്ല, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുക്കാം. കാരണം അത് നന്നായിട്ട് വേകണം, പക്ഷെ മൂത്ത് പോകരുത്, വേകാതെയും ഇരിക്കരുത്. വേകാതെ ഇരുന്നാൽ അതൊരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഫംഗസ് കയറും. ഒരുപാട് മൂത്ത് പോയാൽ കട്ടിയായി പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒരു അകം ഫുള്ള വെന്ത് കിട്ടുന്നത് പോലെ ഒരു പരുവത്തിന് നമ്മൾ വറുത്തെടുക്കണം. അടുത്ത സെറ്റ് മീനും ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ 2 സെറ്റായിട്ടാണ് ഇട്ടത്. ആ 1 കിലോ മീനും 2 സെറ്റായിട്ടിട്ടു. അടുത്ത സെറ്റും ഇവിടെ ഫ്രൈഡായി വന്നിട്ടുണ്ട്. കറക്റ്റ് നോർമൽ ഫ്രൈഡ് ആയതിന് ശേഷം നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റണം. അടുത്തതായിട്ട് ആ മീൻ വറുത്ത എണ്ണ കിടക്കുന്നുണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി മൊത്തം ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തങ്ങിടുക. ഇതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വരണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇടാം. ഇതൊരു പച്ചമണമൊക്കെ മാറുന്ന ആ ഒരു ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടു. ഈ പച്ചമുളക് ഒരു പകുതിയോളം ഒരു വേവൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. ഞാൻ കട്ട് ചെയ്തില്ല, മുഴുവനെയാണ് ഇട്ടത്. ദേ ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ മൂക്കണം, അപ്പോഴേ ആ ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചില്ലി പൗഡർ ഇടണം. ചില്ലി പൗഡർ കുറച്ച് മുമ്പേ നിൽക്കണം എരി. അതുകൊണ്ട് ആദ്യം ഒരു 2-3 സ്പൂൺ ഇട്ട് നോക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. ഒരു 3 സ്പൂൺ ഇപ്പോൾ ഇട്ടു. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൊടി ഇടാം. പെപ്പർ പൊടി ഞാൻ എടുത്തത് ഒരു അര ടീസ്പൂണേ വന്നുള്ളൂ. ശരി, ഓക്കെ, 1 ടീസ്പൂൺ ഇട്ടു. ഞാൻ മുളക് പൊടി എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൈ തെന്നി ഇതിൻ്റെ മേലിലോട്ട് വന്നു.
അടുത്തത് ഒരു ശകലം അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അല്പം ഉലുവാപ്പൊടി ഒരു ടീസ്പൂൺ ഇരിക്കട്ടെ. ഉലുവാപ്പൊടി, പിന്നെ കായം കുറച്ചൊരു മണത്തിന് കായം. ഓക്കെ, ഇത്രയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇവിടെ ഇളക്കി ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഒരു 3 സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ പെപ്പർ പൊടി, കുറച്ച് മണത്തിന് കായപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷം ഒരു 3 സ്പൂൺ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, ഒരു ശകലം കായം മണത്തിന് 1 സ്പൂൺ പെപ്പർ പൊടി ഇത്രയാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇപ്പം ഇത് നല്ല ഒരു മൂത്ത് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇടണം. ആ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ പുളിപ്പുള്ള വിനിഗർ ഒഴിക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കൂടുതലിടാം. എന്നിട്ട് അടുത്തത് വിനിഗർ ഒരു 1/4 ഗ്ലാസ് വരെ ഇനിയും ഒഴിക്കാം. നമ്മൾ ആദ്യമേ ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 100 ml ഒഴിച്ചാണ് ഇത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതൊരു 1/4 ഗ്ലാസും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിരിക്കുകയാണ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ യമ്മി ആയിട്ടുള്ള ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.